ഫ്രീഡ്രിക് നീച്ചയുടെ ഏറ്റവും പേഴ്സണലും ഒരുപക്ഷേ ഏറ്റവും ആഴത്തിലുള്ളതുമായ ദ സ്പീക്ക് സറാത്തുഷ്ട്ര എന്ന പുസ്തകത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്നിറങ്ങിച്ചെല്ലാം. ഇതൊരു സാധാരണ പുസ്തകമല്ല കേട്ടോ. നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും ഒക്കെ പിടിച്ചുലയ്ക്കുന്ന, നമ്മളെ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോ ഈയൊരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ദൈവം മരിച്ചു. ഒരുപക്ഷേ നീച്ചയുടെ ഏറ്റവും പ്രശസ്തമായ, അതേസമയം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാചകമാണിത്. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇതൊരു സന്തോഷ പ്രഖ്യാപനമാണെന്ന. പക്ഷെ സത്യത്തിൽ അതായിരുന്നില്ല. ഇത് ഒരു വലിയ പ്രതിസന്ധിയുടെ തുടക്കത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. അതെ, നീച്ചയുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിന്റെ മരണം ഒരു ആഘോഷമേ അല്ലായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. ഇത്രയും കാലം നമ്മുടെ ശരിയും തെറ്റും ജീവിതത്തിന്റെ അർത്ഥവുമൊക്കെ നിർവചിച്ചിരുന്ന ആ ഒരു കേന്ദ്രബിന്ദു, ആ ഒരു ധാർമ്മിക അളവുകോൽ ഇല്ലാതാവുന്നു. പിന്നെന്ത്? ആ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ ശൂന്യത രൂപപ്പെടുകയായിരുന്നു. ശരി, അപ്പോ ഈ ഒരു ശൂന്യതയെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? ഈ ഒരു പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം? അവിടെയാണ് നീച്ചയുടെ കഥാപാത്രമായ സറാത്തുസ്ട്രയുടെ വരവ്. ആ ശൂന്യതയിൽ പകച്ചു നിൽക്കാതെ നമുക്ക് വേണ്ടി പുതിയ അർത്ഥങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് പഠിപ്പിക്കാനാണ് അദ്ദേഹം വരുന്നത്. സറാത്തുസ്ട്ര മുന്നോട്ടുവെക്കുന്ന ആ പരിഹാരം ഒരൊറ്റ വാക്കിലുണ്ട്: അതിമാനുഷ്യൻ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ അതിമാനുഷ്യനെ പരിപ്പിക്കുന്നു. മനുഷ്യനെന്നത് മറികടക്കപ്പെടേണ്ട ഒന്നാണ്. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ വെല്ലുവിളി പോലെ തോന്നുന്നില്ലേ? എന്താണീ മറികടക്കൽ? അപ്പോ ഈ അതിമാനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തുക? ആ യാത്രയുടെ വഴികളെന്തെല്ലാമാണ്? അതിന് നീച്ച വളരെ മനോഹരമായൊരു രൂപകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ആത്മാവിന് സംഭവിക്കുന്ന 3 രൂപാന്തരങ്ങളുടെ കഥയാണിത്. അപ്പോൾ ഈ യാത്രയുടെ ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ ആദ്യത്തെ രൂപം ഒരു ഒട്ടകമാണ്. ഒരു ഒട്ടകം എന്തുകൊണ്ടായിരിക്കും ഒട്ടകത്തിൽ നിന്ന് തുടങ്ങുന്നത്? നമുക്ക് നോക്കാം. എന്താണ് ഭാരമുള്ളത്? അങ്ങനെ ചോദിച്ച് ആ ഭാരങ്ങളെല്ലാം ചുമക്കാൻ വേണ്ടി സ്വയം മുട്ടുകുത്തുന്ന ഒരു ജീവിയാണ് ഒട്ടകം. ഇത് പാരമ്പര്യത്തെയും സമൂഹത്തിന്റെ നിയമങ്ങളെയും കടമകളെയുമൊക്കെ ഒരു ഭാരമായി സന്തോഷത്തോടെ ചുമക്കുന്ന ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തരം അനുസരണയുടെയും ഉത്തരവാദിത്തത്തിന്റെയും ഘട്ടം. ഒട്ടകത്തിനെ നയിക്കുന്ന ഒരൊറ്റ നിയമമേ ഉള്ളൂ: നീ ഇത് ചെയ്യണം. സമൂഹം കൽപ്പിക്കുന്ന ആ നിയമങ്ങളെ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു. ആ ഭാരമെല്ലാം അത് നിശബ്ദമായി ചുമക്കുന്നു. ഒരുപക്ഷേ നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒട്ടകത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും, അല്ലേ? പക്ഷേ എക്കാലവും ഈ ഭാരം ചുമക്കാൻ പറ്റുമോ? ഒരിക്കൽ ഈ ഭാരങ്ങളെല്ലാം ചുമന്ന് മടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മാവ് അതിന്റെ ഏറ്റവും ഏകാന്തമായ മരുഭൂമിയിലേക്ക് പിൻവാങ്ങും. അവിടെ വെച്ച് അതിനൊരു മാറ്റം സംഭവിക്കും. അതൊരു സിംഹമായി മാറി ഗർജിക്കും. സിംഹത്തിനു മുന്നിൽ ഒരു വലിയ ശത്രുവുണ്ട്. നീ ചെയ്യണം എന്ന് ആജ്ഞാപിക്കുന്ന ഒരു മഹാവ്യാളി. ആയിരക്കണക്കിന് വർഷങ്ങളുടെ മൂല്യങ്ങൾ അതിന്റെ ചെതുമ്പലുകളിൽ തിളങ്ങുന്നുണ്ട്. പക്ഷെ ആ വ്യാളിയോട് സിംഹത്തിന്റെ ആത്മാവ് തിരിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ഞാൻ ചെയ്യും. കണ്ടില്ലേ ആ വ്യത്യാസം? നീ ചെയ്യണം എന്ന കൽപ്പനയെ ഞാൻ ചെയ്യും എന്ന സ്വന്തം ഇച്ഛകൊണ്ട് അത് നേരിടുകയാണ്. ഇത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അപ്പോ ഈ സിംഹത്തിന് ഇത്രയും ശക്തി എവിടുന്ന കിട്ടുന്നത്? അതിനെയാണ് നീച്ചെ അധികാരേച്ഛ അഥവാ വിൽ ടു പവർ എന്ന് വിളിക്കുന്നത്. ഇത് മറ്റൊരാളുടെ മുകളിലുള്ള അധികാരമല്ലാട്ടോ, മറിച്ച് സ്വന്തം പരിമിതികളെ മറികടക്കാനും തടസ്സങ്ങളെ ഭേദിച്ചു വളരാനും സ്വന്തം വിധിയുടെ യജമാനനാകാനുമുള്ള ഓരോ ജീവിയുടെയും ഉള്ളിലുള്ള ഒരു അടിസ്ഥാനപരമായ പ്രേരണയാണ്. പക്ഷേ പഴയതിനെയെല്ലാം തകർത്തു എന്നതുകൊണ്ട് മാത്രം കാര്യമായോ? സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ആ സ്വാതന്ത്ര്യം കൊണ്ട് എന്തു ചെയ്യും? അതുകൊണ്ട് സിംഹം അവസാനത്തെ രൂപമല്ല, അതിനും അപ്പുറം ഒരു മാറ്റം കൂടി സംഭവിക്കാനുണ്ട്. ആത്മാവിന്റെ അവസാനത്തെ രൂപാന്തരം. ആ സിംഹം ഒടുവിൽ ഒരു കൊച്ചു കുഞ്ഞായി, ഒരു ശിശുവായി മാറുന്നു. എന്തിനാണൊരു ശിശു? കാരണം ഒരു ശിശുവിന് ഭൂതകാലത്തിന്റെ ഭാരങ്ങളില്ല, അതിന് മുൻവിധികളില്ല. അതൊരു പുതിയ തുടക്കമാണ്. സ്വന്തം നിലയ്ക്ക് ഉരുണ്ടുപോകുന്ന ഒരു ചക്രമാണ്. എല്ലാത്തിനെയും ഒരു കളിയായി കാണുന്ന, ജീവിതത്തോട് പൂർണ്ണ മനസ്സോടെ അതേ എന്ന് പറയുന്ന ഒരവസ്ഥയാണത്. അതെ, ശ്രദ്ധിച്ചോ? സിംഹം പഴയ മൂല്യങ്ങളോടെ ഇല്ല എന്ന് പറഞ്ഞ് അവയെ തകർത്തു. പക്ഷെ ശിശു പുതിയ മൂല്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ജീവിതത്തോട് അതേ എന്ന് പറയുന്നു. ഇത് വെറുമൊരു സമ്മതമല്ല, ഇതൊരു സൃഷ്ടിയുടെ കളിയാണ്. സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച് പുതിയ ലോകങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ആനന്ദമാണ്. ഈ ശിശുവിന്റെ കളിമനോഭാവം
ഈ സൃഷ്ടിക്കാനുള്ള കഴിവ്, ഇതാണ് സരാത്തൂസ്ട്ര പറയുന്ന ആ അതിമാനുഷ്യൻ എന്ന ആശയത്തിന്റെ കാതൽ. നമ്മുടെ ആത്മാവിന്റെ യാത്ര എത്തിച്ചേരേണ്ടത് ഇവിടേക്കാണ്. അപ്പോ ആരാണ് ഈ അതിമാനുഷ്യൻ? അല്ലെങ്കിൽ എന്താണ് ഈ അവസ്ഥ? ഇത് സിനിമയിൽ കാണുന്ന പോലെ ഒരു സൂപ്പർ ഹീറോ അല്ല, സ്വർഗത്തിൽ നിന്നോ മറ്റോ വരുന്ന ഒരാളോ അല്ല. അതിമാനുഷ്യൻ ഭൂമിയുടെ അർത്ഥമാണ് എന്നാണ് സരാത്തുസ്ഡ പറയുന്നത്. അതായത് നമ്മൾക്ക് ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരവസ്ഥ. നമ്മൾ നമ്മളെ തന്നെ മറികടന്ന് സ്വന്തമായി പുതിയ മൂല്യങ്ങളുണ്ടാക്കി ജീവിതത്തെ അതിന്റെ എല്ലാ സുഖദുഃഖങ്ങളോടും കൂടി സ്വീകരിക്കുന്ന ഒരു ഉന്നതമായ അവസ്ഥയാണത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, ഈ അതിമാനുഷ്യം എന്നത് ഒരു അവസാനത്തെ സ്റ്റോപ്പല്ല, അതൊരു ലക്ഷ്യമല്ല, മറിച്ച് ഒരു പാലമാണ്. മനുഷ്യനിലെ ഏറ്റവും മഹത്തായ കാര്യം അവനൊരു ലക്ഷ്യമല്ല, മറികടന്നു പോകാനുള്ള ഒരു പാലമാണെന്നാണ് നീച്ചെ പറയുന്നത്. ഈ യാത്ര, ഈ നിരന്തരമായ സ്വയം മറികടക്കൽ, അതുതന്നെയാണ് പ്രധാനം. ഒട്ടകം, സിംഹം, ശിശു, ഈ 3 രൂപാന്തരങ്ങളുടെ കഥ ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ നടക്കുന്ന ഒരു യാത്രയുടെ കഥയാണ്. അതുകൊണ്ട് അവസാനം സറാതുസ്ത്രയുടെ ആ വെല്ലുവിളി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ആ ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമാണ്. മനുഷ്യനെ മറികടക്കാൻ നിങ്ങൾ ഇന്നുവരെ എന്തു ചെയ്തു? ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ.